ആകാശവാണി. നമസ്കാരം. പ്രാദേശിക വാർത്തകൾ വായിക്കുന്നത് സുവർണ. പ്രധാന വാർത്തകൾ. സമൂഹത്തിലെ ലഹരി ഉപയോഗത്തിനെതിരായ സർക്കാരിന്റെ പ്രവർത്തനങ്ങൾ ശക്തമായി മുന്നോട്ട് കൊണ്ടുപോകുമെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ. നവകേരള സദസ്സിന് ഇന്ന് തലസ്ഥാനത്ത് സമാപനം. വ്യാപക പ്രതിഷേധവുമായി പ്രതിപക്ഷ പാർട്ടികൾ. കേന്ദ്ര സർക്കാരിന്റെ ക്ഷേമ പദ്ധതികൾ ജനങ്ങളിലേക്ക് എത്തിക്കുന്ന വികസിത് ഭാരത് സങ്കൽപ് യാത്ര സംസ്ഥാനത്ത് പുരോഗമിക്കുന്നു. ക്രിസ്മസ് പുതുവത്സര വിപണിയിൽ ഭക്ഷ്യസുരക്ഷാ വകുപ്പ് പരിശോധനകൾ കർശനമാക്കിയതായി മന്ത്രി വീണ ജോർജ്. ശബരിമല മണ്ഡല പൂജയ്ക്കായുള്ള തങ്ക അങ്കി ഘോഷയാത്രയ്ക്ക് വിവിധയിടങ്ങളിൽ സ്വീകരണം. ഇന്ത്യ ഓസ്ട്രേലിയ വനിതാ ടെസ്റ്റ് ക്രിക്കറ്റ് മൂന്നാം ദിനത്തിൽ ഓസ്ട്രേലിയ 5 വിക്കറ്റിന് 233 റൺസ് എന്ന നിലയിൽ. വാർത്തകൾ വിശദമായി. മദ്യത്തിനും മയക്കുമരുന്നിനുമെതിരായ സർക്കാരിന്റെ പ്രവർത്തനങ്ങൾ ശക്തമായി മുന്നോട്ട് കൊണ്ടുപോകുമെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ. നവകേരള സദസ്സിന്റെ ഭാഗമായി ഇടപ്പഴിഞ്ഞിയിൽ നടന്ന പ്രഭാത യോഗത്തിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. മയക്കുമരുന്ന് മാഫിയയ്ക്കെതിരായ നടപടികൾ ശക്തമാക്കണമെന്ന ആവശ്യത്തിന് മറുപടിയായാണ് മുഖ്യമന്ത്രി ഇക്കാര്യം പറഞ്ഞത്. ലഹരി മരുന്നിനെതിരായ പൊതുബോധം സൃഷ്ടിക്കാനുള്ള പ്രവർത്തനങ്ങൾ സർക്കാർ ശക്തമായി തുടരും. ഇത്തരം മാഫിയകൾക്കെതിരെ കർശനമായ നടപടിയുണ്ടാകും. സമൂഹത്തിൽ വർദ്ധിച്ചുവരുന്ന ആത്മഹത്യാ പ്രവണത പൊതുസമൂഹം ഗൌരവമായി കാണണമെന്നും ശ്രീ പിണറായി വിജയൻ പറഞ്ഞു. നവകേരള സദസ്സിന് ഇന്ന് തലസ്ഥാന നഗരിയിൽ സമാപനം. വട്ടിയൂർക്കാവ് പോളിടെക്നിക് കോളേജിൽ തിരുവനന്തപുരം, വട്ടിയൂർക്കാവ് നിയോജക മണ്ഡലങ്ങളിലെ സംയുക്ത സന്ദർശനത്തോടെയാണ് ഒരു മാസം നീണ്ട നവകേരള സദസ്സിന് സമാപനമാകുന്നത്. ഇന്ന് ജില്ലയിലെ കോവളം, നേമം, കഴക്കൂട്ടം, തിരുവനന്തപുരം, വട്ടിയൂർക്കാവ് മണ്ഡലങ്ങളിലാണ് പര്യടനം നടത്തിയത്. DGP ഓഫീസിലേക്ക് നടന്ന KPCC മാർച്ചിനെതിരെ ഉണ്ടായ പോലീസ് നടപടി അന്വേഷിക്കണം എന്നാവശ്യപ്പെട്ട് KPCC അധ്യക്ഷൻ K. സുധാകരൻ MP ലോക്സഭാ സ്പീക്കർക്കും പ്രിവിലേജ് കമ്മിറ്റിക്കും പരാതി നൽകി. ജനപ്രതിനിധി എന്ന പരിഗണന പോലും പോലീസ് നൽകിയില്ലെന്നും മനുഷ്യാവകാശങ്ങളുടെയും സമാധാനപരമായി പ്രതിഷേധിക്കാനുള്ള ജനാധിപത്യ അവകാശങ്ങളുടെയും ലംഘനം കൂടിയാണിതെന്നും പരാതിയിൽ ശ്രീ സുധാകരൻ ആരോപിച്ചു. നവകേരള സദസ് കൊണ്ടുള്ള ഏക നേട്ടം നിയമവാഴ്ച തകർത്തതാണെന്ന് BJP സംസ്ഥാന അധ്യക്ഷൻ K. സുരേന്ദ്രൻ. ജനവിരുദ്ധ നയങ്ങൾ മറച്ചുവെക്കാനാണ് മുഖ്യമന്ത്രിയും മന്ത്രിമാരും കേരള യാത്ര നടത്തിയത്. സപ്ലൈകോയിൽ അവശ്യ സാധനങ്ങൾ ഇല്ലാത്തതിനോ സാമ്പത്തിക പ്രതിസന്ധിക്കോ മറുപടി പറയാൻ മുഖ്യമന്ത്രിക്കും മന്ത്രിമാർക്കും സാധിക്കുന്നില്ലെന്നും ശ്രീ സുരേന്ദ്രൻ കുറ്റപ്പെടുത്തി. കേന്ദ്ര സർക്കാരിന്റെ ക്ഷേമ പദ്ധതികൾ ജനങ്ങളിലേക്ക് എത്തിക്കുന്ന വികസിത് ഭാരത് സങ്കൽപ് യാത്ര സംസ്ഥാനത്ത് പുരോഗമിക്കുന്നു. ഇന്ന് പാലക്കാട് ജില്ലയിലെ നഗരപ്രദേശങ്ങളിലൂടെയുള്ള യാത്ര പാലക്കാട് നഗരസഭയിൽ പര്യടനം തുടരുന്നു. ഇന്ന് വൈകിട്ട് നടന്ന നഗരസഭയിലെ 2ാമത് സ്വീകരണ പരിപാടി വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി അധ്യക്ഷ പ്രമീള ശശിധരൻ ഉദ്ഘാടനം ചെയ്തു. PM ഉജ്ജ്വല യോജന ആധാർ സേവന ക്യാമ്പുകൾ സംഘടിപ്പിച്ചു. രാവിലെ വടക്കന്തറയിലായിരുന്നു യാത്രയ്ക്ക് സ്വീകരണം. കേന്ദ്ര സർക്കാർ പദ്ധതികൾ ജനങ്ങളിലേക്ക് എത്തിക്കുന്ന വികസിത് ഭാരത് സങ്കൽപ് യാത്രയുടെ ജില്ലകൾ തോറുമുള്ള പര്യടനം വിജയകരമായി തുടരുന്നു. യാത്രയ്ക്കിടെ PM ഉജ്ജ്വല യോജന പദ്ധതി പ്രകാരം സൌജന്യ ഗ്യാസ് കണക്ഷൻ കിട്ടിയ കൊല്ലം അഞ്ചൽ അഗസ്തിക്കോട് സ്വദേശിനിയായ ഇന്ദിര തന്റെ സന്തോഷം ആകാശവാണി വാർത്തകളുമായി പങ്കുവയ്ക്കുന്നു. ഞാൻ അഞ്ചൽ അഗസ്തിക്കോട്ട് ആണ് താമസം. ഇത്രയും നാളായിട്ട് എനിക്ക് ഗ്യാസിന്റെ കണക്ഷൻ എടുക്കാൻ പറ്റില്ല. ഞാനും എൻ്റെ മോനും മാത്രമേ ഉള്ളായിരുന്നു. വികലാംഗ മോനായിരുന്നു. അവൻ മരിച്ചുപോയി. പിന്നെ ഒറ്റയ്ക്ക് ഉള്ളൂ. അത് കാരണം അത് സാധിച്ചിട്ടില്ല. എനിക്ക് വിറകൊക്കെ കത്തിച്ചായിരുന്നു ഞാൻ ജീവിച്ചിരുന്നത്. ഇപ്പൊ പിന്നെ എനിക്ക് ഒട്ടും വയ്യ. അത് കാരണം ഇത് കൊടുത്ത് ഇങ്ങനെ കിട്ടി. അതിൽ എനിക്ക് വലിയ സന്തോഷം. എല്ലാവർക്കും വലിയ നന്ദി പറയുന്നുണ്ട് ഞാൻ. വിഴിഞ്ഞം അന്താരാഷ്ട്ര തുറമുഖ പദ്ധതി പൂർത്തീകരണത്തിന്റെ ഭാഗമായി വിപുലമായ തലസ്ഥാന മേഖലാ വികസന പരിപാടിക്ക് തുടക്കം കുറിക്കുമെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ. നവകേരള സദസ്സിന്റെ ഭാഗമായി തിരുവനന്തപുരത്ത് വാർത്താ സമ്മേളനത്തിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. വിഴിഞ്ഞം നാവായിക്കുളം ഔട്ടർ റിംഗ് റോഡ് ഇതിന്റെ ഭാഗമാണ്. വിഴിഞ്ഞം മുതൽ നാവായിക്കുളം വരെ 6 വരി പാതയും ഇരുവശങ്ങളിലുമായി നോളജ് ഹബ്ബുകൾ, വ്യവസായ പാർക്കുകൾ, വിനോദ കേന്ദ്രങ്ങൾ, ടൌൺഷിപ്പുകൾ എന്നിവയുമാണ് സർക്കാർ വിഭാവനം ചെയ്യുന്നതെന്നും മുഖ്യമന്ത്രി അറിയിച്ചു. ഇനി ഒരു ഇടവേള. ആകാശവാണി തിരുവനന്തപുരം പ്രാദേശിക വാർത്താ വിഭാഗം അവതരിപ്പിക്കുന്ന പ്രത്യേക പരിപാടിയായ നല്ല വാർത്ത എല്ലാ ശനിയാഴ്ചയും വൈകുന്നേരം 6:40 പ്രക്ഷേപണം ചെയ്യുന്നതാണ്. പ്രാദേശിക വാർത്തകളെ തുടർന്ന് നല്ല വാർത്ത കേൾക്കാവുന്നതാണ്. ക്രിസ്മസ് പുതുവത്സര വിപണിയിൽ ഭക്ഷ്യസുരക്ഷാ വകുപ്പ് പരിശോധനകൾ കർശനമാക്കിയതായി മന്ത്രി വീണ ജോർജ്. ഭക്ഷ്യവസ്തുക്കളുടെ ഗുണനിലവാരം ഉറപ്പുവരുത്തുന്നതിനായി ഭക്ഷ്യസുരക്ഷാ ഓഫീസർമാരുടെ സ്പെഷ്യൽ സ്ക്വാഡുകളാണ് പരിശോധനകൾ നടത്തിവരുന്നത്. സംസ്ഥാന വ്യാപകമായി 2583 പരിശോധനകൾ പൂർത്തിയാക്കി. മാനദണ്ഡങ്ങൾ പാലിക്കാതെ പ്രവർത്തിച്ച 52 സ്ഥാപനങ്ങളുടെ പ്രവർത്തനം നിർത്തിവയ്പ്പിച്ചു. 151 സ്ഥാപനങ്ങൾക്ക് പിഴ ഈടാക്കി. പരിശോധന തുടരുമെന്നും മന്ത്രി വ്യക്തമാക്കി.
ശബരിമല മണ്ഡല പൂജയ്ക്കായി ആറന്മുള പാർത്ഥസാരഥി ക്ഷേത്രത്തിൽ നിന്ന് രാവിലെ ആരംഭിച്ച തങ്ക അങ്കി ഘോഷയാത്രയ്ക്ക് വിവിധയിടങ്ങളിൽ സ്വീകരണം. മുട്ടത്തുകോണം SNDP മന്ദിരത്തിലെ സ്വീകരണം ഏറ്റുവാങ്ങി യാത്ര തുടരുന്നു. ആദ്യ ദിനമായ ഇന്ന് ഓമല്ലൂർ രക്തകണ്ഠസ്വാമി ക്ഷേത്രത്തിലാണ് രാത്രി വിശ്രമിക്കുക. ഘോഷയാത്ര കടന്നുപോകുന്ന 69 സ്ഥലങ്ങളിലെ സ്വീകരണം ഏറ്റുവാങ്ങി മറ്റന്നാൾ ഉച്ചയ്ക്ക് മുൻപ് പമ്പയിലെത്തും. അന്ന് വൈകിട്ട് 6:30 തങ്ക അങ്കി ചാർത്തി ദീപാരാധന നടക്കും. 27 ഉച്ചയ്ക്ക് തങ്ക അങ്കി ചാർത്തി മണ്ഡലപൂജയും നടക്കും. ക്രിസ്മസ് അവധിയും മണ്ഡലപൂജയും വരുന്നതിനാൽ സന്നിധാനത്ത് വലിയ തിരക്കാണ് അനുഭവപ്പെടുന്നത്. തിരക്ക് നിയന്ത്രണത്തിന്റെ ഭാഗമായി പത്തനംതിട്ട ശബരിമല ഇടത്താവളത്തിൽ പോലീസ് തീർത്ഥാടകരുടെ വാഹനങ്ങൾ പിടിച്ചിടുന്നുണ്ട്. അരമണിക്കൂറിൽ 10 വണ്ടികൾ എന്ന ക്രമത്തിലാണ് കടത്തിവിടുന്നത്. ക്രിസ്മസും പുതുവത്സരവും പ്രമാണിച്ച് ഇടുക്കി ചെറുതോണി അണക്കെട്ടുകൾ സന്ദർശകർക്കായി തുറന്നു. കർശനമായ സുരക്ഷാ ക്രമീകരണമാണ് ഏർപ്പെടുത്തിയിരിക്കുന്നത്. വിശദാംശങ്ങളുമായി ആകാശവാണി ഇടുക്കി ജില്ലാ പ്രതിനിധി രതീഷ് കൃഷ്ണ. സുരക്ഷാ വീഴ്ചയെ തുടർന്ന് നിർത്തിവെച്ച സന്ദർശനം പുനരാരംഭിച്ചപ്പോൾ മെറ്റൽ ഡിറ്റക്ടർ ഉപയോഗിച്ചുള്ള പരിശോധന ഉൾപ്പെടെ നിരവധി ക്രമീകരണങ്ങളാണ് ഏർപ്പെടുത്തിയിരിക്കുന്നത്. അണക്കെട്ടിന്റെ പ്രവേശന കവാടത്തിന് വെളിയിൽ പുതിയ ടിക്കറ്റ് കൗണ്ടർ സ്ഥാപിച്ചു. ടിക്കറ്റ് ലഭിക്കാൻ തിരിച്ചറിയൽ രേഖ നിർബന്ധമാക്കി. അണക്കെട്ടിനടുത്തേക്ക് വാഹനങ്ങൾ പ്രവേശിപ്പിക്കില്ല. വെള്ളാപ്പാറ വഴി മാത്രമേ സന്ദർശനം അനുവദിക്കൂ. ഡാമിൽ പരിശോധനയ്ക്കായി കൂടുതൽ പോലീസുകാരെ നിയമിച്ചു. വൈകിട്ട് 4:30 വരെ മാത്രമേ ടിക്കറ്റ് നൽകുകയുള്ളൂവെന്ന് അധികൃതർ അറിയിച്ചു. സംസ്ഥാനത്തെ റേഷൻ കടകളിലൂടെ കുറഞ്ഞ നിരക്കിൽ കുടിവെള്ളം ലഭ്യമാക്കുന്ന സുജലം പദ്ധതിക്ക് തുടക്കമായി. പദ്ധതിയുടെ സംസ്ഥാനതല ഉദ്ഘാടനം മന്ത്രി GR അനിൽ തിരുവനന്തപുരത്ത് നിർവഹിച്ചു. 5 മാസമായി മുടങ്ങിക്കിടക്കുന്ന പെൻഷൻ കുടിശ്ശിക ഭിന്നശേഷിക്കാർക്ക് അനുവദിക്കണമെന്ന് കേരള ഫെഡറേഷൻ ഓഫ് ദ ബ്ലൈൻഡ് പ്രസ്താവനയിൽ ആവശ്യപ്പെട്ടു. ഹൈക്കോടതി ജീവനക്കാരനായ കാഴ്ച പരിമിതിയുള്ള വ്യക്തിയെ ബസ്സിൽ നിന്നും ഇറങ്ങാത്തതിന്റെ പേരിൽ മർദ്ദിച്ചവർക്കെതിരെ മാതൃകാപരമായ ശിക്ഷ നൽകണമെന്നും ഫെഡറേഷൻ ആവശ്യപ്പെട്ടു. ഇന്ത്യ ഓസ്ട്രേലിയ വനിതാ ടെസ്റ്റ് ക്രിക്കറ്റ് 3-ാം ദിനം കളി നിർത്തുമ്പോൾ ഓസ്ട്രേലിയ 5 വിക്കറ്റിന് 233 റൺസ് എന്ന നിലയിൽ. മുംബൈ വാങ്കഡെ സ്റ്റേഡിയത്തിലാണ് മത്സരം. ഇന്ത്യയ്ക്ക് വേണ്ടി സ്നേഹ റാണ, ഹർമൻപ്രീത് കൌർ എന്നിവർ 2 വിക്കറ്റ് വീതം നേടി. നിലവിൽ ഓസ്ട്രേലിയയ്ക്ക് 46 റൺസിന്റെ ലീഡുണ്ട്. ISL ഫുട്ബോളിൽ ഇന്ന് ATK മോഹൻ ബഗാൻ ഗോവ പോരാട്ടം. രാത്രി 8-ന് കൊൽക്കത്തയിലാണ് മത്സരം. KSRTCക്ക് സംസ്ഥാന സർക്കാർ സഹായമായി 20 കോടി രൂപ കൂടി അനുവദിച്ചതായി ധനമന്ത്രി KN ബാലഗോപാൽ അറിയിച്ചു. പെൻഷൻ വിതരണത്തിന് കഴിഞ്ഞ ആഴ്ചയിൽ 71 കോടി രൂപ അനുവദിച്ചിരുന്നു. പ്രധാന വാർത്തകൾ വീണ്ടും. സമൂഹത്തിലെ ലഹരി ഉപയോഗത്തിനെതിരായ സർക്കാരിന്റെ പ്രവർത്തനങ്ങൾ ശക്തമായി മുന്നോട്ട് കൊണ്ടുപോകുമെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ. നവകേരള സദസ്സിന് ഇന്ന് തലസ്ഥാനത്ത് സമാപനം. വ്യാപക പ്രതിഷേധവുമായി പ്രതിപക്ഷ പാർട്ടികൾ. കേന്ദ്ര സർക്കാരിന്റെ ക്ഷേമ പദ്ധതികൾ ജനങ്ങളിലേക്ക് എത്തിക്കുന്ന വികസിത് ഭാരത് സങ്കല്പ് യാത്ര സംസ്ഥാനത്ത് പുരോഗമിക്കുന്നു. ക്രിസ്മസ് പുതുവത്സര വിപണിയിൽ ഭക്ഷ്യസുരക്ഷാ വകുപ്പ് പരിശോധനകൾ കർശനമാക്കിയതായി മന്ത്രി വീണ ജോർജ്. ശബരിമല മണ്ഡല പൂജയ്ക്കായുള്ള തങ്ക അങ്കി ഘോഷയാത്രയ്ക്ക് വിവിധയിടങ്ങളിൽ സ്വീകരണം. ഇന്ത്യ ഓസ്ട്രേലിയ വനിതാ ടെസ്റ്റ് ക്രിക്കറ്റ് 3-ാം ദിനത്തിൽ ഓസ്ട്രേലിയ 5 വിക്കറ്റിന് 233 റൺസ് എന്ന നിലയിൽ. പ്രാദേശിക വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം 7:25-ന്.